ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ടെമ്പററി കണക്ഷൻ, അതായത് പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ടെമ്പററി കണക്ഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും ടെമ്പററി ബോർഡിൻ്റെ കണക്ഷൻസ് റെഡിമെയ്ഡ് കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ടെമ്പററി ബോർഡ് നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു കോളം പോലെ കെട്ടി ക്ലിയർ ആയിട്ട് കൊടുക്കണം. അത് മഴ നനയാത്ത രീതിയിലുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ കണക്ഷൻ തരുള്ളൂ. ചെറിയൊരു മതിൽ പോലെ അല്ലെങ്കിൽ പറയുന്ന ചെറിയൊരു ഏരിയ കെട്ടിവിട്ടിട്ടാണ് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ നേരെ കണ്ട് പോസ്റ്റിൽ നിന്ന് നേരെ വന്നിരിക്കുന്ന സർവീസ് വയറാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഫേസ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. 2 വയറാണ് വരുന്നത്. അത് നേരെ വരുന്നത് മീറ്ററിലേക്കാണ് വരുന്നത്. നമ്മുടെ KCBയുടെ മീറ്ററിലേക്ക് വന്നതിന് ശേഷം അതിൽ നിന്ന് 2 വയർ ഔട്ട് വന്നിരിക്കുന്ന സെക്ഷൻ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഈ LCB ഐസൊലേറ്ററാണ്. അതിന് മുന്നായിട്ട് ഫ്യൂസ് യൂണിറ്റ് വരുന്നുണ്ട്. ഫ്യൂസ് യൂണിറ്റ് വഴിയാണ് ഈ പറയുന്ന ഐസൊലേറ്ററിലേക്ക് വരുന്നു. ഫേസും ന്യൂട്രും ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത്. അതായത് ആദ്യമേ തന്നെ മീറ്ററിൽ നിന്നും ഫേസ് ന്യൂട്രും പുറത്തേക്ക് വന്നതിന് ശേഷം ഫേസ് ആദ്യം ന്യൂട്രും അതുപോലെ തന്നെ രണ്ടും ന്യൂട്രലിങ്കും ഫേസ് നമ്മുടെ ഫ്യൂസ് യൂണിറ്റിലുമാണ് കയറുന്നത്. ഫ്യൂസ് യൂണിറ്റും കയറിയതിന് ശേഷം രണ്ടും കൺട്രോളിംഗ് ഉണ്ട്. അതിന് ശേഷമാണ് ഐസൊലേറ്ററിലേക്ക് വരുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 40 ആംപിയറിൻ്റെ ഐസൊലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ LCB കൊടുത്തിട്ടുണ്ട്. 40 ആംപിയറിൻ്റെ ELCB കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുമാണ് ഔട്ടാണ് കംപ്ലീറ്റ് സെക്ഷനിലേക്കും പോകുന്നത്. അത് മെയിൻ അത്യാവശ്യ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്ററിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. 32 ആംസിൻ്റെ നേരെ ഫ്യൂസ് യൂണിറ്റ് നേരെ വന്നിരിക്കുന്ന ആ 2 വയറുകൾ കണ്ട, ഒന്ന് മഞ്ഞയും ഒന്ന് നീലയും കാണാൻ സാധിക്കും. മഞ്ഞ വയറാണ് ഇവിടെ ഫേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞ വയർ നേരെ ഫ്യൂസിലേക്ക് കൊടുത്തു. നേരെ അതിൽ നിന്നും നേരെ അടുത്ത സെക്ഷനിലേക്ക് ഈ ഐസൊലേറ്ററിലേക്കാണ് പോകുന്നത്. ന്യൂട്രലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ അടുത്ത സെക്ഷൻ ഈ LCB ഐസൊലേറ്ററിൽ നിന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് ബാക്കി വരുന്ന DP സ്വിച്ച്, പവർ പ്ലഗുകൾ, സാധാ സ്വിച്ച് പ്ലഗുകൾ എല്ലാത്തിലേക്കും കൺട്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ടെമ്പററി ബോർഡ് വയ്ക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ ഹൈ ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ELCB തന്നെ കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത്, വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് വെള്ളം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പല സ്ഥലത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയർ കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് തേക്കുന്ന സമയത്താണെങ്കിലും വെള്ളം കാര്യങ്ങൾ ഫുൾ ടൈം യൂസ് ചെയ്യുന്നതാണ്. ആ സമയത്തൊക്കെ വയർ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയുള്ള വലിയൊരു അപകടം കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പററി ബോർഡിൽ വെക്കുന്ന ELCB വളരെ റേറ്റ് കുറഞ്ഞ ELCB ആയിരിക്കും, അല്ലെങ്കിൽ RCCB വാങ്ങി വെക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രമാണ് വെക്കുന്നത്. അത് വലിയൊരു അപകടമാണ് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു RCCB നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള RCCB തന്നെ വാങ്ങിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ വീട് വെച്ചതിന് ശേഷം പുതിയ വീട്ടിൽ വലിയൊരു അപകടം നടന്നിട്ട് പിന്നീട് അതിൽ കയറി താമസിച്ച് ഒരു ലെവലിലേക്ക് ആവുന്നതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ നല്ലത് അത്യാവശ്യം ഒരു 2000 3000 രൂപ മുടക്കിയാലും ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സാധാരണ കണ്ടുവരുന്ന രീതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഏറ്റവും കുറഞ്ഞ ഈ RCCB വെച്ചതിന് ശേഷം ടെമ്പററി ബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ബാക്കി പിന്നീട് ഫിനിഷിംഗ് സ്റ്റേജിൽ മാത്രം ഫുൾ നല്ല ക്വാളിറ്റി വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ എന്ത് സംഭവിക്കുന്ന വലിയ അപകടം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്റ്റേജിൽ നിന്നും പോകാനായിട്ട്, അതിൽ നിന്നൊന്നും മാറി വരാനായിട്ട് ഒരുപാട് കാലങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള RCCB കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഏകദേശം ടെമ്പററി ബോർഡിൻ്റെ കണക്ഷൻസ് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആവശ്യകതയും RCCB എത്രയും ക്വാളിറ്റി ഉള്ളതിൻ്റെ ആവശ്യകതയും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.